നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ആണ്. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/√2 അത് ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മളെപ്പോഴും ഇറാഷണൽ നമ്പർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രറി അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അസ്യൂം ദാറ്റ് 1/√2 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റാണ്. അങ്ങനെയാണ് നമ്മളത് ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലെറ്റ് us assume 1/√2 ഈസ് എ റാഷണൽ നമ്പർ. ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ നമുക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അവിടെ ആര് എക്സിസ്റ്റ് ചെയ്യും? ദെൻ ദർ എക്സിസ്റ്റ് കോ പ്രൈം നമ്പേഴ്സ്. അതായത് അവ തമ്മിൽ യാതൊരു കോമൺ ഫാക്ടറും ഇല്ലാത്ത ഒരു എയും അതേപോലെ തന്നെ ഒരു ബിയും. അപ്പോൾ അവിടെ എ ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റിജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോ പ്രൈം. അതായത് അവയ്ക്ക് തമ്മിൽ യാതൊരു കോമൺ ഫാക്ടറും ഇല്ല, എയും ബിയും തമ്മിൽ. അതിൽ ബി 0 ആവാൻ പാടില്ല. നമുക്ക് എങ്ങനെ എഴുതാം? സച്ച് ദാറ്റ് ഈ 1/√2 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതാം. അതായത് നമുക്ക് റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ 1/√2 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതി. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ a√2 ഈസ് ഈക്വൽ ടു b × 1. b നമുക്ക് ഈ √2 മാത്രം ഇവിടെ നിർത്തണ്ടോ? അതായത് ആ റൂട്ട് നമുക്ക് തന്നിരിക്കും, ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ √2 ഈസ് ഈക്വൽ ടു b/a എന്ന് നമുക്ക് ഇവിടെ കിട്ടി. സിൻസ് നമ്മളെടുത്തിരിക്കുന്ന ബി ആൻഡ് എ അല്ലെങ്കിൽ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? നമ്മളെടുത്തിരിക്കുന്ന ഈ 2 നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആയിരുന്നു. സോ ഈ b/a എന്ത് കിട്ടും? അതിന് നമുക്ക് 2 ഇൻറ്റിജർ നമ്മൾ ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? റാഷണൽ നമ്പറാണ് കിട്ടുക. സോ b/a ഈസ് റാഷണൽ. b/a റാഷണൽ ആണെങ്കിൽ therefore b/a is equal to √2 അല്ലെങ്കിൽ √2 is equal to b/a എന്നാണ്. അപ്പോൾ b/a റാഷണൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ √2 ഈസ് ഓൾസോ ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം അല്ലേ? ബട്ട് √2 റാഷണൽ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം എന്താണ്? √2 ഈസ് എൻ ഇറാഷണൽ നമ്പർ അല്ലേ? √2 റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത് എന്താണ്? ദിസ് കോൺട്രഡിക്റ്റ് എന്താണ്? ഇതിനെ എന്തിനാണ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവർ അസംഷൻ ഈസ് റോങ്. നമ്മളവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ എന്താണ്? അവർ അസംഷൻ ഈസ് റോങ്. നമ്മളവിടെ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? 1/√2 ഈസ് എ റാഷണൽ നമ്പർ. അങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് √2 റാഷണൽ നമ്പർ. അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/√2 റാഷണൽ നമ്പർ അല്ല. therefore 1/√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതേപോലെയാണ് നമ്മളെല്ലാതും പ്രൂവ് ചെയ്യണത്. ഇനി ഇതേ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് വരുന്നത്. 7√5 ഇതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? ലെറ്റ് us assume 7√5 ഈസ് എ റാഷണൽ നമ്പർ. ഞാൻ സ്റ്റെപ്പൊക്കെ പറയാനനുസരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. ലെറ്റ് us assume 7√5 ഈസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ആണെങ്കിൽ then there exists a and b. അതിൽ b not equal to 0 such that എന്ത് വരുന്നു? 7√5 ഈസ് ഈക്വൽ ടു a/b അല്ലേ? അങ്ങനെയാണെങ്കിൽ √5 മാത്രം ഇവിടെ നിർത്തുക. വിച്ച് ഈസ് ഈക്വൽ ടു a/7 ഇവിടെ വരുമ്പോൾ ഇവിടെ വരും അല്ലേ? a/7b. സിൻസ് a ആൻഡ് b ആർ എന്താണ്? ഇൻറ്റിജേഴ്സ്. therefore a/7b എന്തായിരിക്കും? a/7b ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക അതൊരു റാഷണലാണെന്ന്. അപ്പോൾ a/7b എന്താണ്? റാഷണൽ ആണെന്ന് കിട്ടി. therefore a/7b ഈസ് ഈക്വൽ ടു √5 ആണ്. √5 ഈസ് ഓൾസോ റാഷണൽ. √5 റാഷണൽ ആണെങ്കിൽ ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് എ ഇറാഷണൽ നമ്പർ. നമുക്കറിയാം √5 റാഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്താണ്? സോ അവർ അസംഷൻ ഈസ് റോങ്, ഇൻകറക്റ്റ്. ഹെൻസ് 7√5 അതൊക്കെ നമ്മൾ സ്റ്റെപ്പിൽ എഴുതണേ. അപ്പോൾ ഒരെണ്ണം മാത്രമാണ് എഴുതി കാണിച്ചത്. 7√5 ഈസ് ഇറാഷണൽ.
ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഈ നമ്പറുകൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സ്റ്റെപ്പ് എല്ലാം ഒരേപോലെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 6 + √2. അതൊരു ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെറ്റ് us assume 6 + √5 is a rational number. Then there exists a and b such that 6 + √2 is equal to a/b. അപ്പോൾ സ്റ്റെപ്പൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രോബ്ലത്തിൽ തന്ന പോലെ തന്നെ ചെയ്യാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എഴുതുക. ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല. 6 + √2 is equal to a/b. അങ്ങനെയാണെങ്കിൽ √2 is equal to a/b - 6. ഇവിടെ LC എടുക്കുമ്പോൾ എന്ത് വരും? a - 6b ഡിവൈഡഡ് ബൈ b. ഇനി എയും ബിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് a - 6b/b എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് റാഷണൽ. അത് റാഷണൽ ആണെങ്കിൽ എന്ത് വരും? അത് ഈക്വൽ ടു √2 ആണല്ലേ. അപ്പോൾ √2 ഈസ് ഓൾസോ റാഷണൽ. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എന്താണ്? √2 ഇറാഷണൽ നമുക്കറിയാം. പിന്നെ അതെങ്ങനെ റാഷണൽ ആവും? അപ്പോൾ അവിടെ എന്താ മിസ്റ്റേക്ക് വന്നത്? അവർ അസംഷൻ ഈസ് ഇൻകറക്റ്റ്. എന്തായിരുന്നു അവിടെ അസംഷൻ? 6 + √2 എന്നുള്ളത് റാഷണൽ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 6 + √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഈ 3 പ്രോബ്ലം ഒരേപോലെ, സ്റ്റെപ്പ് എല്ലാം ഒരേപോലെയാണ്, നമ്പറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം അവിടെ ആ നമ്പർ ഇറാഷണൽ അല്ല റാഷണൽ അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടെ 2 കോപ്രൈം നമ്പേഴ്സ് ഉണ്ട്, a and b, such that നമ്പർ ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതുക. പിന്നെ അതിൽ നമുക്ക് റൂട്ട് ഇവിടെ നിർത്തിയിട്ട് മറ്റതൊക്കെ റൈറ്റ് സൈഡിലേക്ക് പോവാം. പിന്നെ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? a/7b എന്നോ അങ്ങനെ ആ റൈറ്റ് സൈഡിലുള്ള സംഭവം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. അത് റാഷണൽ ആണെങ്കിൽ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു √2 എന്നോ √5 എന്നോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതും റാഷണൽ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം അതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന്. അപ്പോൾ നമ്മുടെ അസംഷൻ അവിടെ കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷനിൽ റാഷണൽ എന്നല്ല വേണ്ടത്, ഈ നമ്പർ ഒരു ഇറാഷണൽ നമ്പർ. ഇതാണ് എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ എക്സസൈസ് കഴിഞ്ഞു. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്